ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനൊരു ഗീവ് അവേയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാസർഗോഡുള്ള ഒരു AV ഗപ്പീസ് ആൻഡ് ബീറ്റാസ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. അപ്പോൾ സംഭവം ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും അതിൽ നിങ്ങൾക്കും ഗീവ് അവേ വിന്നർ ആവാമെന്നും പറഞ്ഞൊരു തംബ്നെയിൽ കണ്ട്. അങ്ങനെ തംബ്നെയിൽ ഞാൻ ആദ്യ വീഡിയോ കണ്ടപ്പോഴേക്കും അതിൽ ഗിഫ്റ്റ് പറഞ്ഞിരുന്നത് ജർമ്മൻ ബ്ലൂ ആണ്, ഒരു മീനാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ബ്രീഡിനെ കാണുന്നത്. സംഭവം വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ആ വീഡിയോയ്ക്ക് ജസ്റ്റ് ഒരു കമന്റ് ഇട്ടു. സംഭവം ഗിവ് അവേ എങ്ങനെയാണ്, കമന്റിൽ കൂടുതൽ ലൈക്ക് വാങ്ങുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമെന്നാണ്. അപ്പോൾ ഞാനൊരു കമന്റ് ഇട്ടിട്ട് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇങ്ങനെ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് എൻ്റെ കമന്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴേക്കും എൻ്റെ കമന്റിന് ഒരു 82 ലൈക്കും വേറൊരാളുടെ ഹെൽബോയ് ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരാളുടെ കമന്റിന് 84 ലൈക്കുമായിട്ട് കിടന്നു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ 84 ലൈക്കായിരുന്നു അപ്പോൾ ടോപ്പായിട്ട് നിന്നത്. അപ്പോൾ കുറച്ച് കമന്റ് കയറ്റാന്നും പറഞ്ഞ് ഞാൻ കുറച്ച് ഫ്രണ്ട്സിനും കൂടെ ഇത് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് എൻ്റെ കമന്റിന് ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോഴേക്കും എനിക്കും 84 ലൈക്കായി. പക്ഷേ അപ്പോഴേക്കും ഈ ഹെൽബോയ് ഗെയിമിംഗ് എന്ന് പറയുന്ന ആള് നമ്മൾ തമ്മിലൊരു മത്സരമായിട്ട്, അതായത് എനിക്ക് 84 ആകുമ്പോൾ അവന് 84. അപ്പോൾ അവൻ ജസ്റ്റ് ഒരു ലൈക്ക് കൂടെ കൂട്ടും, അപ്പോൾ ഞാനും ഒന്ന് കൂട്ടും, അവനും ഒന്ന് കൂട്ടും, അങ്ങനെ കൂട്ടി ഒരു 86 വരെയൊക്കെ പോയി. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കുറച്ച് ലൈക്ക് ഒന്ന് കൂട്ടി വയ്ക്കാമെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് അന്ന് തന്നെ ഒരു 106 ലൈക്കായി, 105 ലൈക്കായി. അപ്പോഴും ഹെൽബോയ് ഗെയിമിങ്ങിന് ഒരു 86 ലൈക്ക് തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ അത് നോക്കില്ല. പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് എക്സാം ആയതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇടാനൊക്കെ കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ ഈ മാസം 15-ാം തീയതിയാണ് ഇതിന്റെ റിസൾട്ട് വന്നത്, ഈ ഗീവ് അവേയുടെ റിസൾട്ട് വന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ കയറിയപ്പോഴേക്കും ഒരു ലൈവ് കിടക്കുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. ഈ AV ഗപ്പീസ് ആൻഡ് ബീറ്റാസിലെ ചേട്ടൻ ലൈവ് പോവായിരുന്നു. അപ്പോൾ ലൈവിൽ പറഞ്ഞത് സംഭവം ഞാൻ ലൈവ് നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടല്ല കയറിയത്, ജസ്റ്റ് കയറിയപ്പോഴേക്കും ഇങ്ങനെ ലൈവ് എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നു, അങ്ങനെ കയറിയതാണ്. അപ്പോൾ ലൈവിൽ ചേട്ടൻ പറഞ്ഞത് എൻ്റെ ഫോൺ നമ്പറോ ഡീറ്റെയിൽസോ അഡ്രസ്സോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഈ വീഡിയോയ്ക്ക് എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒന്ന് കമൻറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചേട്ടൻ ലൈവ് ഇട്ടത്. അങ്ങനെ ഞാൻ ആ വീഡിയോയിൽ എൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും ഇമെയിൽ എല്ലാം കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിൽ കമൻറ്റ് ഇട്ടു. അപ്പോൾ ചേട്ടൻ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ഇങ്ങനെ 16-ാം തീയതി ഉച്ചയ്ക്ക് വീഡിയോ എടുത്തിട്ട് 17-ാം തീയതി കയറ്റി അയക്കാമെന്നാണ് പറഞ്ഞത്. 17-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് കൊറിയർ അയക്കാമെന്ന് പറഞ്ഞു. ST കൊറിയറാണ് അയക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു പിറ്റേ ദിവസം ഒരു രാവിലെ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം എനിക്ക് 18-ാം തീയതി എക്സാം ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എക്സാം ആണ്, ഞാൻ വീട്ടിൽ കാണില്ല. അപ്പോൾ ചേട്ടൻ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് അയക്കാം, അപ്പോൾ തിരിച്ച് ഇവിടെ ഒരു 18-ാം തീയതി വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ ഇവിടെ എത്തുള്ളൂ, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഓക്കെ. 17-ാം തീയതി വൈകുന്നേരം ചേട്ടൻ അവിടെ നിന്ന് കൊറിയർ അയച്ചു. സംഭവം ഞാൻ ഓക്കെ എൻ്റെ വീട്ടിൽ കൊറിയർ വരും എന്ന് പറഞ്ഞ് അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് നോക്കിയിരിക്കുകയായിരുന്നു പോസ്റ്റ് കൊറിയറും കൊണ്ട് വരുന്നത് നോക്കി. പക്ഷേ അപ്പോഴേക്കും എനിക്കൊരു കോള് വന്നു. കോള് വന്നത് നമ്മുടെ കരമന കുമാരപുരത്തു നിന്നാണ് കോള് വന്നത്. കുമാരപുരത്തുള്ള ST കൊറിയർ ഓഫീസിൽ കൊറിയർ വന്നിട്ടുണ്ട്, കാസർഗോഡ് നിന്ന് ലൈവ് ഫിഷ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് വരുമെന്ന് വെച്ചു. സംഭവം ഞാൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊറിയർ വരുന്നത് നോക്കിയാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് സംഭവം ഇവിടെ നിന്ന് അങ്ങ് പോകണമെങ്കിൽ നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ഉള്ള ഏതെങ്കിലും ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഋഷി നിതിൻ ചേട്ടനെയൊക്കെ വിളിച്ചായിരുന്നു. പക്ഷേ സംഭവം ആ സമയത്ത് അപ്പോൾ ആർക്കും പോകാനുള്ളൊരു സമയമില്ല. അങ്ങനെ ഞാൻ നമ്മുടെ രഞ്ജിത്തിനെ വിളിച്ചു. രഞ്ജിത്ത് ആനപ്പാറ തന്നെ ഉള്ളതാണ്, പക്ഷേ അവൻ കളക്ഷനൊക്കെ പോയിട്ട് സിറ്റിയിലപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ വരുന്ന വഴിക്ക് ഇതുകൂടെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജിത്ത് അവിടെ നിന്ന് സാധനമൊക്കെ എടുത്ത് ഇവിടെ എത്തിയപ്പോഴേക്കും രാത്രിയായി. അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ എടുക്കാമെന്നും പറഞ്ഞാണ് ഞാൻ ഇന്നലെ പിന്നെ തുറന്ന് നോക്കാത്തത്. സംഭവം ചേട്ടാ എനിക്ക് ഒരു പെയർ ജർമ്മൻ ബ്ലൂ ആണ് വീഡിയോയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് കുഞ്ഞായതുകൊണ്ട് 3 പീസാണ് എനിക്ക് കൊറിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം കൊറിയർ. സംബന്ധം ഇതിൽ അവരുടെ ചെറിയൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അവരുടെ ചാനലിന്റെ പേര് AV ഗപ്പീസ് ആൻഡ് ബീറ്റാസ് എന്ന് പറഞ്ഞിട്ടുള്ള, കാണാൻ പറ്റുന്നില്ലല്ലോ, ഓക്കെ, ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ലൈവ് ഫിഷ് എന്ന് എഴുതിയിട്ടുണ്ട്. ലൈവ് ഫിഷ് എന്ന് എല്ലായിടത്തും ലൈവ് ഫിഷ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ബാക്കിലായിട്ട് എൻ്റെ അഡ്രസ്സ് 2 അഡ്രസ്സും എൻ്റെ പേര് ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്തായാലും നമുക്കിപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. സംഭവം ജീവനോട് ഉണ്ടാകുന്ന പോലും അറിഞ്ഞുകൂടാ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവാണ്.
സംഭവം ഇത് കാസർഗോഡ് നിന്ന് വന്നതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിന് എന്തൊക്കെ പറ്റിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സംഭവം ഇതിനകത്ത് ഫിഷ് ജീവനോടുണ്ടാന്ന് പോലും അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫുള്ള് സെല്ലോ ടാപ്പൊക്കെ ഒട്ടിച്ച് കവർ ചെയ്താണ് ഇട്ടേക്കുന്നത്. ഫ്രണ്ട്സ് ഇതിൽ കുറച്ച് പേപ്പറും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവം എവിടെയെങ്കിലുമൊക്കെ തട്ടിയും ഇടിച്ചൊക്കെ ഇത് പൊട്ടിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ടേക്കുന്നത്. തെർമോക്കോളിൻ്റെ പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 കവറിലായിട്ടാണ് സംഭവം മീൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഒരു ബൗളിലിട്ട് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് മീനിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ. അപ്പം ഇത് കളർ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ, പക്ഷേ ഇത് വലുതാകുമ്പോഴേക്കും നല്ല സെറ്റ് മീനാണ്. 2 കവറിലൊക്കെ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് കഴിക്കാനൊക്കെ നല്ല പാടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു ബൗളിലാക്കിയിട്ടുണ്ട്. സംഭവം ഇത് വലുതായി വരുമ്പോഴേക്കും നിങ്ങളിപ്പോ ഇവിടെ കാണുന്ന പോലെ ഒരു രൂപത്തിലായി വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇതാണ്ട് ഇതിന്റെ ബോക്സിൽ തന്നെ ഇതിന്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. വലുതാകുമ്പോൾ ഇങ്ങനെ ആവും എന്നായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഗീവ് അവേ നടത്തിയ നമ്മുടെ AV ഗപ്പീസ് ആൻഡ് ബീറ്റാസിലെ ചേട്ടനും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ലൈക്ക് തന്ന എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ ബൈ.